പറയുന്നത് അപരന്റെ നന്മ ആഗ്രഹിക്കുന്നതാണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിക്കുകയുണ്ടായി. ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിയത് ഡേറ്റിങ്ങിന്റെ കോണ്ടെക്സ്റ്റിലാണ്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്സിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ ചോദ്യം അവിടെയും തീരുന്നില്ല. ശരിക്കും ഈ ഒരു നിർവചനം റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഡേറ്റിങ്ങിൽ മാത്രം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണോ, അതോ ഇതേ നിർവചനം നമ്മുടെ മറ്റ് പല ബന്ധങ്ങളിലും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? അതേക്കുറിച്ച് നമുക്ക് ബാബു സാറിനോട് തന്നെ ചോദിക്കാം. സർ പറയൂ. സംഗീത, നല്ലൊരു ചോദ്യമാണ്. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തുടങ്ങാൻ തന്നെ പറ്റിയ ഒരു തീമാണത്. ശരിക്കും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സ്നേഹത്തെക്കുറിച്ചും അട്രാക്ഷനെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ സ്നേഹത്തിൻ്റെ രണ്ട് വശങ്ങൾ, സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ലവ്. അപ്പം ഇതെല്ലാം സ്നേഹമാണ്. അപ്പം അതിൻ്റെ ഒരു ഇപ്പം സബ്ജക്റ്റീവ് ലവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് അത് സ്നേഹത്തിൻ്റെ ആ ഒരു ഇനിഷ്യൽ, അതായത് നമുക്ക് കിട്ടുന്ന ഒരു പ്ലഷറബിൾ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. മറ്റേത് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് സബ്ജക്റ്റീവ് ലവ്. അപ്പോൾ ഇത് ഡേറ്റിങ്ങിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോ മാത്രമല്ല, ഏത് ബന്ധത്തിലും ഇത് ആപ്ലിക്കബിളാണ്. കാരണം സ്നേഹം നമുക്ക് പറയാൻ പറ്റത്തില്ല, നമ്മൾ ഓരോരുത്തരെയും ഓരോ ലെവലിലാണ് സ്നേഹിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിലും ഇത് ആപ്ലിക്കബിളാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹത്തിലും ഇത് ആപ്ലിക്കബിളാണ്. അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹത്തിൽ ഇത് ആപ്ലിക്കബിളാണ്. ഇത് ഒരു യൂണിവേഴ്സൽ ഫാക്റ്റാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ സ്നേഹത്തെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബന്ധത്തെ എന്ന് നമുക്ക് അളന്നു നോക്കുവാൻ ഏറ്റവും ഉതകുന്ന ഒരു ഉപകരണമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് നമ്മൾ നേരിടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സബ്ജക്റ്റീവ് ആസ്പെക്റ്റിലും മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയുകയുണ്ടായി, ഞാനത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. കാരണം നമ്മളൊരു ആത്മശോധനയുടെ ഒരു സമയമാണിത്. സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ ബന്ധം, എൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം, അല്ലെ എൻ്റെ ഭർത്താവുമായിട്ടുള്ള ബന്ധം, അല്ലെ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം, എൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം നമുക്കിതിൽ ഉൾപ്പെടുത്തുകയും നമുക്ക് പരിശോധിക്കുകയും ചെയ്യാവുന്നതാണ്. അങ്ങനെ ആ ബന്ധത്തെ നമുക്ക് കൂടുതൽ ആഴപ്പെടുത്താൻ പറ്റും. കാരണം ഇന്ന് വെറും ഒരു മെറ്റീരിയലിസ്റ്റിക് ഔട്ട്ലുക്കാണ് സ്നേഹത്തെക്കുറിച്ച് ഇന്നത്തെ കാലഘട്ടം നമുക്ക് തരുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധി കൂടിയാണിത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 45 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ആൻറ്റിഡോട്ടാണ് എന്ന് തന്നെ നമ്മൾ പറയാൻ പറ്റും. സാർ, ഈ സബ്ജക്റ്റീവ് സ്നേഹം അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ആസ്പെക്ട് ഓഫ് ലവ് എല്ലാത്തരം ബന്ധങ്ങളിലും കാണാൻ പറ്റും എന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ ഒരു ലവേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് തമ്മിൽ നമുക്കിത് ഈസിലി അനലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ മാതാപിതാക്കളും മക്കളും തമ്മിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഈ ഒരു സബ്ജക്റ്റീവ് ആസ്പെക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്ലഷറിന് വേണ്ടിയിട്ടുള്ള സ്നേഹം എങ്ങനെയാണ് സാറേ അത് സംഭവിക്കുന്നത്? അങ്കിത, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിലും എല്ലാം ഈ സ്നേഹത്തിൻ്റെ രണ്ട് ആസ്പെക്റ്റും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സബ്ജക്റ്റീവ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരു നല്ല സ്നേഹബന്ധം, അത് ചെറുപ്പം മുതൽ. ഇപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞു, പല കുട്ടികളും അവരുടെ മാതാപിതാക്കളോട് ഓപ്പൺനെസ് ഇല്ല, അവർ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മടിക്കുന്നു, അവർ ഭയപ്പെടുന്നു മാതാപിതാക്കളെ. ഒരു കാര്യങ്ങളും അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ സംസാരിക്കാൻ ഭയപ്പെടുന്നു. എന്താ കാരണം? അവർ തമ്മിലുള്ള സ്നേഹബന്ധം അത് തന്നെ. അപ്പോഴത് നമ്മൾ ആഴപ്പെടുത്തുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഈ രണ്ട് ആസ്പെക്റ്റും അവിടെ വരും. അപ്പോൾ ഒരു പക്ഷേങ്കിൽ ഈ മാതാപിതാക്കൾ അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കുവാൻ ഈ ഒബ്ജക്റ്റീവ് ലവ് കൊടുക്കുന്നുണ്ടാവും, മക്കൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. അവർക്ക് വെറും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട്. ഞാൻ ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്, ഇന്ന് മാതാപിതാക്കൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നത് ഒരു ATM കൗണ്ടറായിട്ടാണ്. എൻ്റെ അപ്പനും പറയാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴേ ചെന്നു പറഞ്ഞു, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അവിടെ ഒരു ശരിയായിട്ടുള്ള ബന്ധം അവിടെ ആഴപ്പെടുത്താത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ബന്ധം ആഴപ്പെടുത്താത്ത? സ്നേഹത്തിൻ്റെ ആഴം, അതായത് സ്നേഹത്തിൻ്റെ ഈ ഉപരിതലത്തിൽ തന്നെ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ വീണ്ടും നമ്മൾ അതിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് പോകുമ്പോഴാണ്
യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ മാതാപിതാക്കൾക്കും ആ സ്നേഹത്തിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മാതാപിതാക്കൾ തന്നെ പലപ്പോഴും നമ്മുടെ കൾച്ചറിൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നില്ല. ആ സ്നേഹം ഉള്ളിലുണ്ട്. ഏത് മാതാപിതാക്കൾക്കാണ് സ്നേഹമില്ലാത്തത്? എല്ലാവർക്കും ഉണ്ട്. വളരെ എക്സെപ്ഷണൽ കേസേ ഉള്ളൂ. അവരൊരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്. പക്ഷേ ഇത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകാത്തത് ഇവർ ഒരുപക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. കാരണം കുഞ്ഞുങ്ങളുടെ ഒരു റീസണിങ് പവർ അത്രത്തോളം ഇല്ല. പക്ഷേ ഇഫ് യു ആർ എക്സ്പ്രസിങ് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് വേസ്, അപ്പം ലാംഗ്വേജ് ഓഫ് ലവ് അത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ ഏത് ആസ്പെക്റ്റ്, ഈ ആസ്പെക്റ്റുകളെല്ലാ ബന്ധത്തിലുമുണ്ട്. ഇനിയും ഇതിനോടനുബന്ധിച്ച് ഞാൻ പറയുകയാണ്, നമ്മൾ ഒബ്ജക്റ്റീവ് ആസ്പെക്റ്റ് ഓഫ് ലവ് അത് കുറേ കൂടെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ അതൊരു സെൽഫ് സാക്രിഫൈസിങ് ലവാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മാനദണ്ഡങ്ങൾ നമുക്ക് കാണിച്ചു തന്നത് നമ്മുടെ ഈശോ തന്നെയാണ്. അപ്പോൾ ഒരു സെൽഫ് എംപ്റ്റിയിങ് ലവ് എന്ന് നമുക്ക് പറയാം, ഒബ്ജക്റ്റീവ് ആസ്പെക്റ്റ് ഓഫ് ലവ്. അതാണ് യഥാർത്ഥ സ്നേഹം. അപ്പോൾ ഈ സെൽഫ് ഗിവിങ് ലവ്, സെൽഫ് എംപ്റ്റിയിങ് ലവ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ. അതാണ് ശരിക്കും. മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുന്നില്ലേ? ശരിയാണ്, ചെയ്യുന്നുണ്ട്. പക്ഷെ മക്കൾക്കത് മനസ്സിലാകുന്നില്ല. ഒരു പ്രായമാവുമ്പോൾ ഒരു പക്ഷേ അവർക്ക് മനസ്സിലാവും. ഞാൻ പലപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങളൊരു 40s എത്തുമ്പോഴാണ് നിങ്ങളുടെ മാതാപിതാക്കളുടെ വിലയും സ്നേഹവും നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. അപ്പോഴേക്കും മാതാപിതാക്കൾ ഒരു പക്ഷേ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമെന്നില്ല. സോ ദിസ് ഈസ് ദ ഫാക്റ്റ്. അപ്പോൾ സെൽഫ് സാക്രിഫൈസിങ് ലവ്, സെൽഫ് എംപ്റ്റിയിങ് ലവ്, പിന്നെ ഡിസ്ഇൻട്രസ്റ്റഡ് ലവ് എന്ന് പറയും. ഇതെല്ലാം റിയൽ ലവാണ്. ഡിസ്ഇൻട്രസ്റ്റഡ് ലവ് എന്ന് പറഞ്ഞാൽ എന്തുവാ എന്ന് മനസ്സിലാക്കുന്നുണ്ട്? അതാണ് ഡിസ്ഇൻട്രസ്റ്റഡ് എന്നൊരു ടേം കേൾക്കുമ്പോൾ നമ്മൾ പൊതുവെ ഒരു നെഗറ്റീവ് കണ്ണോട്ടേഷൻ ആണ്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ബന്ധപ്പെടാം, അങ്ങനെയുള്ള നെഗറ്റീവ്. പക്ഷേ അതിനൊരു വലിയ പോസിറ്റീവ് അർത്ഥമാണ് ഉള്ളത്. അതായത് ഡിസ്ഇൻട്രസ്റ്റഡ്, ഐ ആം സോ മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ യു സോ ദാറ്റ് ഐ forget about all my interest. Okay. അതാണ് ആ സെൽഫ് എംപ്റ്റിയിങ് ലവിൻ്റെ ഒരു ക്യാരക്ടർ. പിന്നെ ഇറ്റ്സ് മോർ, പൗലോസ്ലീഹ പറഞ്ഞല്ലോ, ഇനി ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അത്രത്തോളം എല്ലാം ഞാൻ എന്നെ തന്നെ എംപ്റ്റി ചെയ്തങ്ങ് കൊടുത്തു. സോ ദാറ്റ് ഐ ആം നോ മോർ, ഇറ്റ് ഈസ് യു ഹൂ ഈസ് ലിവിങ് ഇൻ മീ എന്ന് പറഞ്ഞതുപോലെ, അതുപോലെ ക്രിസ്തുവാണ് നമുക്ക് കാണിച്ചു തന്നത്. എന്താ പറഞ്ഞത്? അവസാന നിമിഷം എല്ലാം ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് അവസാനം എന്ത് പറഞ്ഞു? എനിക്ക് നിങ്ങളെ വിട്ടുപോകാൻ ഭയങ്കര വിഷമമാണ്. ഐ ലവ് യു സോ മച്ച്, പക്ഷെ എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു വലിയ സന്തോഷം ഞാൻ നിങ്ങൾക്ക് തരാം. അവസാനം മിച്ചമായിട്ടുള്ളത് ഇതാ എൻ്റെ ഈ മനുഷ്യ ശരീരം. ഇത് അതിൻ്റെ ദൈവത്വത്തിലും അതിൻ്റെ എല്ലാ മഹാത്മ്യത്തിലും ഇത് ഞാൻ കീറി മുറിച്ച് നിങ്ങൾക്ക് തരുന്നു. ഒന്നുമില്ലാതെ അവിടുന്ന് അവസാനമുണ്ടായിരുന്നതുകൂടെ കീറി മുറിച്ച് നമുക്ക് തന്നു. അതാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ ഈ സെൽഫ് സാക്രിഫൈസിങ് ലവിൻ്റെ മോഡൽ നമുക്ക് കാണിച്ചു തന്നത് ഈശോ തന്നെയാണ്. അപ്പോൾ അതാണ് സ്നേഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴി. അപ്പം ഇറ്റ് ഈസ് എ സെൽഫ് എംപ്റ്റിയിങ് ലവ്, ഇറ്റ് ഈസ് എ സെൽഫ് ഗിവിങ് ലവ്, ഇറ്റ് ഈസ് എ ഡിസ്ഇൻട്രസ്റ്റഡ് ലവ്. വിശുദ്ധ മദർ തെരേസ പറയുകയുണ്ടായി, ഞാൻ എത്രത്തോളം അങ്ങോട്ട് കൊടുക്കുന്നുവോ അത്രത്തോളം സ്നേഹം എന്നിൽ നിറയുന്നു എന്ന്. ആ സെൽഫ് എംപ്റ്റിയിങ് ലവ് അത് നമ്മൾ ജീവിതത്തിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു റിയൽ ഹാപ്പിനെസ് വരുന്നത് അപ്പോഴാണ്. അപ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പ്രത്യേകമായിട്ട് പ്രമാണരേഖയിൽ പറയുന്ന ഇതാണ്, ദ മോർ യു ഗിവ് ദ മോർ യു ഗെറ്റ് ദ ട്രൂ ഹാപ്പിനെസ്. അത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും മറ്റ് പിതാക്കന്മാരും എല്ലാം പല അവസരങ്ങളിൽ എടുത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ യഥാർത്ഥ സ്നേഹമാണ് യഥാർത്ഥത്തിൽ നമുക്ക് നല്ല ട്രൂ ഹാപ്പിനെസ് തരുന്നത്. ഇന്ന് ലോകം ഈ ഹാപ്പിനെസ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്താണ് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്? മനുഷ്യർ സെക്സിൻ്റെ പുറകെ, ഡ്രഗിൻ്റെ പുറകെ, അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ പുറകെ, അല്ലെങ്കിൽ ഇതുപോലെ റിലേഷൻഷിപ്സ്, എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുറകെ ഒക്കെ പോകുന്നു.
അതൊന്നും ഞാൻ അതിനെക്കുറിച്ചല്ല വിമർശിക്കുന്നത്. ഞാൻ പറയുന്നത് അതിലൊന്നും അവർക്കൊരു റിയൽ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് ദേ നീഡ് മോർ. പിന്നെയും പോകുന്നു. പോണോഗ്രഫി എങ്ങനെ അഡിക്റ്റഡ് ആകുന്നത് മനുഷ്യൻ? കാരണം അവർക്ക് പോണോഗ്രഫി കാണുന്നത് കൊണ്ട് കൂടുതൽ അവർക്ക് അവരുടെ ദാഹം വർദ്ധിക്കുന്നതേ ഉള്ളൂ. ദേ ഡോണ്ട് ഗെറ്റ് എനിത്തിങ്, നോ സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ പോണോഗ്രഫിയെക്കുറിച്ച് നമുക്ക് വീണ്ടും നമ്മുടെ എപ്പിസോഡുകളിൽ അതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കുള്ള ദ ട്രൂ ഹാപ്പിനെസ് ഇഫ് യു വാണ്ട്, യു ഹാവ് ടു ഹാവ് ദിസ് സെൽഫ് സാക്രിഫൈസിങ് ലവ് ഇൻ റിലേഷൻഷിപ്പ്. അത് കുടുംബങ്ങളിലാകാം, ബന്ധങ്ങളിലാകാം, നമ്മുടെ സമൂഹങ്ങളിലാകാം, ഇനിയും സന്യാസ സമൂഹങ്ങൾ അല്ലെ വൈദികരുടെ സമൂഹങ്ങൾ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം. എവിടെയാണെങ്കിലും ദ മോർ യു ഗീവ്, ദ മോർ യു വിൽ ബി ഫിൽഡ് വിത്ത് ദ ട്രൂ ഹാപ്പിനെസ്. അതാണ് യഥാർത്ഥ സ്നേഹവും ഹാപ്പിനെസ്സും തമ്മിലൊരു കണക്ഷൻ ഉള്ളത്. അതാണ്. മനസ്സിലായില്ലേ? മനസ്സിലായി സർ. സർ, ഇപ്പം നമുക്കൊരു വലിയ എക്സാമ്പിളാണ് മുമ്പിൽ വെച്ച് തന്നിരിക്കുന്നത്. അതായത് ക്രിസ്തുവിന്റെ എക്സാമ്പിൾ, സെൽഫ് സാക്രിഫൈസിങ് ലവ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചാലഞ്ച് തന്നെയാണ്. നമുക്ക് സാധാരണക്കാർക്ക്, വെറും മോർട്ടൽസ് ആയിട്ടുള്ള നമുക്ക് ഇത് അറ്റൈനബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ്. ശരിക്കും നമുക്കത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്? നമുക്കൊരു ഹീറോ ഉണ്ട്. ആ ഹീറോ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മളോട് പറയത്തില്ല. മനസ്സിലായില്ലേ? അത് അവിടുന്ന് പറയുക മാത്രമല്ല, കാണിച്ചു തരിക തന്നെ ചെയ്തു. സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അതാണ് ആ സെൽഫ് സാക്രിഫൈസിങ് ലവിൻ്റെ ക്ലൈമാക്സ് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അറ്റൈനബിൾ ആണ്. നമ്മൾ ബൈ പ്രാക്ടീസ് ഇത് നമ്മൾ ശരിക്കും ഈ സത്യത്തെ മനസ്സിലാക്കുമ്പോൾ ശരിക്കും നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്ത്, കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ വെറും യൂസ് ആൻഡ് ത്രോ കൾച്ചർ മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരത്തുള്ളൂ. ഒരു വ്യക്തിയെ കണ്ടാൽ, ഒരു ബന്ധത്തെ കണ്ടാൽ, അല്ലെ ഈവൻ നമ്മുടെ മാതാപിതാക്കൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളിലും എനിക്കെന്ത് കിട്ടും എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സമൂഹങ്ങളിലാണെങ്കിൽ പോലും ഇന്ന് സമൂഹങ്ങളൊക്കെ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത്? സഭയിൽ തന്നെ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? എനിക്കെന്ത് കിട്ടാൻ പറ്റും ഈ ഒരു ചിന്തയാണ്. അപ്പോൾ ഈ ഒരു സ്നേഹം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, വാട്ട് ക്യാൻ ഐ ഗിവ്, എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ആ മറ്റേ വ്യക്തിയെ ഉപയോഗിക്കാൻ ഒരിക്കലും പരിശ്രമിക്കുകയില്ല. അപ്പോൾ അത് ഏത് തിന്മകളാണേലും നമുക്കതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി, അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കിത് കാണിച്ചു തന്നവനോട് നമ്മൾ ശക്തി ആവശ്യപ്പെട്ടുകൊണ്ടാണ്, അവൻ്റെ പാതയാണ് നമ്മൾ പിന്തുടരുന്നത്. അല്ലാതെ ഇത് നമ്മളൊരു ഐഡിയോളജിക്കൽ ലോകത്തിലല്ല. നമുക്ക് ക്ലിയർ എക്സാമ്പിൾ കാണിച്ചു തന്നവനെ നമ്മൾ പിന്തുടരുമ്പോൾ അവൻ്റെ ശക്തി, കാരണം ആ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും നമ്മളോടൊപ്പമുണ്ട് നമ്മളെ ശക്തിപ്പെടുത്താനായിട്ട്. അതാണ് പ്രാർത്ഥനയും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള പരിശുദ്ധ കുർബാനയും ഒക്കെ നമുക്ക്, കൂദാശകളൊക്കെ നമുക്കുള്ളത്. തീർച്ചയായിട്ടും സാധിക്കും, അറ്റൈനബിളാണ്. സർ, നമ്മൾ ക്യാമ്പസുകളിൽ പോയി നമ്മൾ കുട്ടികളോട് സ്നേഹത്തെക്കുറിച്ചുള്ള അവരുടെ കാര്യങ്ങൾ, അവരെന്താണ് ചിന്തിക്കുന്നതെന്നൊക്കെ നമ്മൾ ചോദിച്ചു, അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു. പിന്നീട് വന്ന ഒരു ചോദ്യം, നമ്മൾ ഒരാളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതിന്. മേ ബി എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് എനിക്ക് ചിലപ്പം ഒരാൾക്ക് ഇങ്ങനെ എന്നെ തന്നെ കൊടുത്തുകൊണ്ട് എനിക്കൊരു പക്ഷെ സ്നേഹിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അപരന് എന്നോടുള്ള സ്നേഹം ഇതേ രീതിയിൽ തന്നെയാണോ എന്ന് ഡിസേൺ ചെയ്യാൻ എങ്ങനെ സാധിക്കും എന്നുള്ളൊരു ചോദ്യം നമ്മൾ ക്യാമ്പസുകളിൽ ചോദിച്ചു. അപ്പൊ കുട്ടികൾ പലവിധ പ്രതികരണങ്ങൾ തരികയുണ്ടായി. നമുക്കതൊന്ന് കണ്ടു നോക്കാം. തീർച്ചയായിട്ടും. സപ്പോസ് എൻ്റെ ഒരു മെയിൽ ഫ്രണ്ടിന് എന്നെ ഇഷ്ടമാണ്, പക്ഷെ അത് ലസ്റ്റ് ആണോ അതോ ശരിക്കും ആൾക്ക് എന്നോട് സ്നേഹമുണ്ടോ, അതെങ്ങനെ നമ്മൾ ഡിസേൺ ചെയ്യാം? നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റുന്നത്? അത് അവരുടെ ക്യാരക്ടറിൽ തന്നെ മനസ്സിലാവും, ലസ്റ്റ് ആണോ അതോ ലവ് ആണോ എന്നുള്ളത്. അത് നമുക്ക് ഒരുപാട് ഇപ്പോൾ വർഷങ്ങളോ മാസങ്ങളോ ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതിപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ആയി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് നോർമലി നടക്കുന്നതല്ല, നമുക്കിപ്പോൾ ഒരാൾ നമ്മളോട് മിണ്ടുന്ന ഒരു കാര്യത്തിൽ ഇപ്പോൾ ആൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് അയാളുടെ പെരുമാറ്റത്തിൽ ഒരു ചേഞ്ച് വരും പെട്ടെന്ന്. അങ്ങനെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളും വേറെ ആളെ നോക്കുന്ന ആളാണെങ്കിൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയാണ് ഇഷ്ടമൊക്കെ
വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പെട്ടെന്ന്. മേ ബി അവരുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാവാം, അവർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ നിന്ന്. ഇപ്പൊ മേ ബി ഫിസിക്കലി അവരുടെ ചില ഗസ്റ്റേഴ്സ് ഒന്നും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതുപോലെ തന്നെ അവരുടെ ബിഹേവിയർ നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ മനസ്സിലാക്കാമെന്നാണ്. ഇതൊരു ഭയങ്കര പാടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം എങ്ങനെയാണ് ഇഷ്ടം കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് മെഷീനൊന്നും ഇല്ലല്ലോ. ഇപ്പം നമ്മൾ കാണുന്ന രീതിയാണ്. നമ്മളോട് ഇഷ്ടമെന്ന് പറഞ്ഞു, അപ്പം നമ്മൾ വിശ്വസിക്കുകയാണ് ഇഷ്ടമാണെന്ന്. പിന്നെ എന്നാ ബാക്കി പിന്നെ നമ്മൾ കുറച്ച് നമ്മളോട് എങ്ങനെയാണ് നമ്മളോടുള്ള പെരുമാറ്റം, അവരുടെ നമ്മളോടുള്ള പെരുമാറ്റം, അപ്പം അവർക്ക് നമ്മളോടുള്ള പെരുമാറ്റം, നമ്മളോട് കാണിക്കുന്നൊരു കെയർ, അപ്പം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ ഇഷ്ടം ഒക്കെ മനസ്സിലാക്കുന്നത്. ശരിക്കുള്ള സ്നേഹമാണെങ്കിൽ എന്താ പറയുക, മാക്സിമം സമയം നമ്മുടെ ഒപ്പം ചിലവഴിക്കാൻ നോക്കും. പിന്നെ അതുമല്ല എന്താ പറയുക, ഇപ്പോൾ ചില വീട്ടിൽ റിലേഷൻഷിപ്സ് ഇങ്ങനെ ഒരു വട്ടം പിടിച്ചു കഴിഞ്ഞാൽ സമ്മതിച്ചില്ലെങ്കിൽ ആ സമയത്തും റിസ്ക് എടുത്തിട്ട് ചിലവർ ചെയ്യണ പരിപാടിയുണ്ട്. അതൊക്കെ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരു ഇതാണെങ്കിൽ ശരിക്കുള്ള സ്നേഹമായിട്ട്. പക്ഷേ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ ഞാൻ നോക്കുമ്പോൾ പലരും ഇതേപോലെ പ്ലഷറിന് വേണ്ടിയിട്ടാണ് കാണാറുള്ളത്. പക്ഷെ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഒന്നും അത്ര നല്ലതായിട്ടല്ല എൻ്റെ ഒരു അഭിപ്രായം. സർ, കുട്ടികളുടെ പ്രതികരണങ്ങൾ കണ്ടല്ലോ, ശരിക്കും അവർക്കൊരു ധാരണയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പലരുടെയും ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് അവരുടെ ക്യാരക്ടറിൽ നിന്ന്, സംസാരത്തിൽ നിന്ന് അങ്ങനെയൊക്കെ മനസ്സിലാക്കാമെന്ന. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ ഒബ്ജക്റ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവത്തില്ല. അല്ലാതെ വെറുതെ ഇങ്ങനെ അങ്ങനെ ആയിരിക്കില്ല എന്നൊക്കെ നമ്മൾ അസ്യൂം ചെയ്യേണ്ട കാര്യമുണ്ടോ? അങ്കിത, ഇത് വളരെ വളരെ പ്രസക്തമായിട്ട് ഉള്ള ഒരു ചോദ്യമായിരുന്നു ചോദിച്ചത്. കാരണം പല ആളുകളും കൺഫ്യൂസ്ഡ് ആണ്. ഇത് ശരിക്കും യഥാർത്ഥ സ്നേഹമാണോ, അല്ലെങ്കിൽ കാരണം നമുക്ക് നമ്മളെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ, അടുത്ത വ്യക്തിയുടെ മനസ്സിലിരുന്ന് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ശരിക്കുള്ള സ്നേഹമാണോ അല്ലയോ എന്ന് അതിൻ്റെ മാറ്റ് ഉരച്ച് നോക്കാൻ ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ചോദ്യം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചോദ്യമാണ്. എന്താണ് സ്നേഹത്തിൻ്റെ വിപരീതം? വാട്ട് ഈസ് ദി ഓപ്പോസിറ്റ് ഓഫ് ലവ്? ഈ ചോദ്യം നിങ്ങൾ ക്യാമ്പസുകളിൽ ചോദിച്ചോ? ഈ ചോദ്യം ഞങ്ങൾ ക്യാമ്പസുകളിൽ ചോദിച്ചു. എന്താണ് അവരുടെ റെസ്പോൺസ്? എന്തായിരുന്നു? രസകരമായ ഉത്തരങ്ങളാണ് സാർ. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടാലോ? കണ്ടു നോക്കാം. ഈ സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹെയ്റ്റ് ആവാം. സ്നേഹത്തിന്റെ ഒരു വിപരീതമായിട്ട് ലെസ്റ്റ് നമുക്ക് പറയാം. സ്നേഹത്തിന്റെ വിപരീതം എന്നോട് വെച്ചാൽ ഞാൻ ഇരുളെന്ന് പറയും. there is no light. നമുക്ക് ഒന്നും ഇല്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല, നമ്മൾ ലോസ്റ്റ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദേഷ്യം, സ്നേഹമില്ലായ്മ, അറിഞ്ഞൂടാ, ദേഷ്യം തന്നെയാവും. നമുക്ക് നമ്മളാവാൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ്. എന്നെ സംബന്ധിച്ചോളം സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ് എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും വെറുപ്പായിരിക്കും. സ്നേഹമില്ലായ്മ കുറെ ഉണ്ട്. ദേഷ്യം, ദേഷ്യം. സ്നേഹത്തിന്റെ വിപരീതം ശൂന്യത ആവാം. സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ യൂസിങ് സംവൺ ഫോർ മൊമെന്ററി പ്ലഷർ, അല്ലെങ്കിൽ നമ്മുടെ സെൽഫിഷ് നീഡിന് യൂസ് ചെയ്യുന്നതാണ്. ലവ് എലവേറ്റ്സ് എ പേഴ്സൺ, ഹെൽപ്സ് ഹിം ഓർ ഹർ ടു ഗ്രോ, ടു അച്ചീവ് ഗുഡ് ഇൻ ലൈഫ്. അതേസമയം വെൻ യു യൂസ് എ പേഴ്സൺ, നമ്മുടെ സെൽഫിഷ്നെസ്സിന് ഇറ്റ് ലീഡ്സ് ഹിം ഓർ ഹർ ടു ഡിസ്ട്രക്ഷൻ. സർ കണ്ടല്ലോ, വളരെ രസകരമായിട്ടുള്ള ഉത്തരങ്ങളാണ് തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും. പക്ഷെ ശരിക്കും ഇത് തന്നെയാണോ സ്നേഹം? അല്ല. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് ഇതെല്ലാം ഒരു രീതിയിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് മനസ്സിലാക്കി വെച്ചിരുന്നതാണ്. ദി ഓപ്പോസിറ്റ് ഓഫ് ലവ് ഈസ് ഹേറ്റ്രഡ്, അല്ലെങ്കിൽ എംപ്റ്റിനെസ്, ഇങ്ങനെയൊക്കെയുള്ള ട്രഡീഷണൽ ആൻസർ. പക്ഷേ എങ്കിൽ അതിനേക്കാൾ ഉപരി ദ റിയൽ ഓപ്പോസിറ്റ് ഓഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ വേറൊരു വ്യക്തിയെ ഉപയോഗിക്കുക എന്നുള്ളതിലാണ്. എന്ന് പറഞ്ഞാൽ ടു യൂസ് അനദർ പേഴ്സൺ. ഒരു വ്യക്തിയെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കുകയല്ല ചെയ്യുന്നത്. കാരണം ഒരു വസ്തുവിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ? നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിച്ചു, ആവശ്യമില്ലാത്തപ്പോൾ അത് മാറ്റിവെച്ചു. അപ്പം ഒരു വ്യക്തി എന്ന് പറയുന്നതും ഒരു വസ്തു എന്ന് പറയുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ കൾച്ചറിൽ എഗെയിൻ ഇത് യൂട്ടിലിറ്റേറിയൻ കൾച്ചർ, യൂസ് ആൻഡ് ത്രോ കൾച്ചർ. അപ്പോൾ ഈ കൾച്ചറിൽ എപ്പോഴും വസ്തുക്കൾ ഉപയോഗിക്കുന്നത് പോലെ വ്യക്തികളെ ഉപയോഗിക്കുവാനുള്ള ഒരു പ്രവണത നമ്മുടെ ചുറ്റുമുള്ള
എല്ലാ സോഷ്യൽ ഈവിളും നമ്മളൊന്ന് എടുത്തു നോക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെയുള്ള പല അതിക്രമങ്ങളും വളരെ റീസെൻ്റായിട്ട് ഹൃദയം ഭേദിക്കത്തക്ക വിധത്തിലുള്ള ന്യൂസുകളാണ് നമ്മൾ പലയിടത്തു നിന്നും കേട്ടത്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണം എല്ലാത്തിനെയും ഉപയോഗിക്കുവാനുള്ള മനുഷ്യൻ്റെ അതിയായിട്ടുള്ള ആ വ്യഗ്രത. അതിന് വേറെ പല കാരണങ്ങളുണ്ട്, എന്നാലും ഉപയോഗിക്കുക. ഒരു വ്യക്തിയെ കാണുമ്പോൾ ഈ വ്യക്തിയെ എനിക്ക് ഉപയോഗിക്കണം, എൻ്റെ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി അല്ലെ എൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ വസ്തുവിനെ ഉപയോഗിക്കുന്നത് പോലെ ഈ വ്യക്തിയെ എനിക്ക് ഉപയോഗിക്കണം. ഈ ഒരു ചിന്താഗതി ഒരു വ്യക്തിയെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് സ്നേഹത്തിനെതിരായിട്ട് നമ്മൾ ജീവിക്കുന്നതും. ദാറ്റ് ഈസ് നോ മോർ ലവ് എന്നാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടെ നമുക്ക് വിശകലനമായിട്ട് നമുക്ക് ഈ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തുടർന്ന്. പക്ഷേ ഇതാണ് എനിക്ക് ഈ കുട്ടികളോടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പ്രേക്ഷകരോടും പറയാനുള്ളത്. വേറൊരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ അളവ് പോലെ ആ വ്യക്തി ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ ഉപയോഗിക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ. അത് ഫിസിക്കൽ ആയിട്ടാകാം, അല്ലെ മറ്റ് രീതിയിലാകാം. നിങ്ങളുടെ അഡ്വാൻറ്റേജ് എടുത്ത് നിങ്ങളെ പിന്നീട് പുറന്തള്ളുന്ന ഒരു ആറ്റിറ്റ്യൂഡാണോ എന്ന് അറിയണമെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഉപയോഗിക്കാൻ പരിശ്രമിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അളന്നു നോക്കുകയാണെങ്കിൽ, ഈ ഒരു ക്രൈറ്റീരിയ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഈ ചില യൂത്ത് എന്നോട് സംസാരിക്കാൻ വരുമ്പോൾ റിലേഷൻഷിപ്പ്, അപ്പോൾ ചിലർ പറയും ഞങ്ങൾ 3 വർഷമായിട്ട് ഞങ്ങൾക്ക് പരസ്പരം അറിയാം, ഞങ്ങൾ ഡേറ്റിങ് നടത്തുന്നു, ഇനി ഞങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല, അങ്ങേയറ്റം ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സ്നേഹത്തിൻ്റെ മാറ്റമൊന്ന് ഉരച്ചു നോക്കാൻ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്താ ഇതിൻ്റെ അർത്ഥം? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകും? അത് ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, അതെങ്ങനെ ഞങ്ങൾ പറഞ്ഞു തരുന്നത്? ഞാൻ പറഞ്ഞൊരു രീതി, ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പം ചിലപ്പോൾ ഞാൻ രണ്ടുപേരെയും സെപ്പറേറ്റ് ചെയ്തിട്ട് ആദ്യം ഞാൻ പെൺകുട്ടിയോട് സംസാരിക്കും. പെൺകുട്ടിയോട് ഞാൻ ചോദിക്കും, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 3 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും വിധത്തിൽ ഇവൻ നിന്നെ ഉപയോഗിക്കുന്നു എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ കുറച്ച് സമയം അവൾ സൈലൻ്റായിട്ടിരിക്കും. ഞാൻ പറഞ്ഞു, നീ സമയമെടുത്ത് പറഞ്ഞാൽ മതി. അപ്പോഴാണ് ഓരോ ഇൻസിഡൻറ്റും പുറത്തോട്ട് വരാൻ തുടങ്ങുന്നത്. പേഴ്സണൽ ഷെയറിംഗ് ആണ്. ദെൻ ഷീ സ്റ്റാർട്ട്സ് ഓപ്പണിങ് അപ്പ്. അപ്പോൾ അവിടെയാണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നത്, ദിസ് ഈസ് നോട്ട് ട്രൂ ലവ്. ഇത് വേറൊരു വ്യക്തിയുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി, ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി നിന്നെ ഉപയോഗിക്കുവാനുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങൾ ഇനി വിവാഹിതരായാൽ പോലും ഈ ഒരു ആറ്റിറ്റ്യൂഡിന് മാറ്റമുണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. സംഭവിക്കത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക, യഥാർത്ഥ സ്നേഹമാണോ അല്ലയോ? അങ്ങനെ പല റിലേഷൻഷിപ്സും വിട്ടുപോയിട്ടുള്ള വ്യക്തികളെ എനിക്കറിയാം. അവർ പിന്നീട് പലപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്ത് ഒത്തിരി നന്ദി പറയാറുണ്ട്, അത് വലിയൊരു നല്ല ഡിസിഷനായിരുന്നു എന്ന്. അപ്പോൾ ഇതൊരു ടേണിംഗ് പോയിൻ്റാണ് നമുക്ക്. നിങ്ങളുടെ ബന്ധത്തിലാണേലും ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്നേഹത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സർ, പല റിലേഷൻഷിപ്പുകളിലും നമ്മൾ മറ്റൊരാളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെന്ന് സർ പറഞ്ഞു. ഫിസിക്കലായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അവരുടെ പ്ലഷറിന് വേണ്ടി, സെൽഫ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട്. മേ ബി ഒരു ഫിനാൻഷ്യൽ ആസ്പെക്റ്റും നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. എനിക്ക് കുറച്ച് പേഴ്സണൽ ഗെയിൻസ് ഉണ്ടാവാൻ വേണ്ടി ഒരു ഷോർട്ട് ടേം ആയിട്ടൊരു കുട്ടീനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകാന്നുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരാളെ നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാം? എല്ലാ രീതിയിലും ഒരാളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഫിസിക്കൽ, മെറ്റീരിയൽ, ഇമോഷണൽ, സൈക്കോളജിക്കൽ, അതുപോലെ പലതരത്തിൽ ഒരു വ്യക്തിയും കൊണ്ട് നമുക്ക് എന്തെല്ലാം ഉപയോഗം എടുക്കാൻ പറ്റുമോ അതെല്ലാം ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിക്ക് എടുക്കാൻ പറ്റും. അതിപ്പം ഫിസിക്കൽ മാത്രമാകണമെന്നില്ല. ബട്ട് ഈ ഡേറ്റിംഗ് റിലേഷൻഷിപ്പിൽ മോസ്റ്റ് ഓഫ് ദ ടൈം സംഭവിക്കുന്നത് ഫിസിക്കൽ എക്സ്പ്ലോയിറ്റേഷനാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ
നമ്മൾ ഫിസിക്കൽ എക്സ്പ്ലോയിറ്റേഷനാണ് കൂടുതലും സംഭവിക്കുന്നത്. അത് സ്ത്രീക്ക് മനസ്സിലാകാതെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു, ദാറ്റ് ഇമോഷണൽ ലവ് ദാറ്റ് മേക്സ് എസ് ബ്ലൈൻഡ്. അതിനപ്പുറത്തേക്ക് നമ്മൾ റീസൺ ചെയ്ത് നമ്മൾക്ക് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടെ നമുക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ബ്ലൈൻഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഇത് കേട്ടതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ഒരു പടിയും കൂടെ അപ്പുറത്തേക്ക് പോകാനുള്ള ശക്തി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ മൊമെൻറ്റിലാണ് ഒരുപാട് ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ഈ ഡേറ്റിങ്ങിലും റിലേഷൻഷിപ്പിലും ഒക്കെ അവർ സെക്ഷുവലി എൻഗേജ് ആകുന്നതും മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഇതേ ഒരു യൂസിങ് അല്ലെങ്കിൽ ഒരാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് മറ്റു ബന്ധങ്ങളിൽ സംഭവിക്കുന്ന കാര്യം എല്ലാ ബന്ധങ്ങളിലും സംഭവിക്കാം. ഇവൻ ഭാര്യാഭർത്താക്കന്മാരുടെ ജീവിതത്തിലും സംഭവിക്കാം. നമ്മൾ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനത് ആ കാര്യം വ്യക്തമായിട്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഭാര്യയെ ഭർത്താവിന് ഉപയോഗിക്കാൻ പറ്റും, റേപ്പ് ചെയ്യാൻ പറ്റും ഫിസിക്കലി. അപ്പോൾ അത് ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാ ബന്ധങ്ങളിലും സംഭവിക്കാൻ പറ്റും. ഇപ്പം മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന എന്താണ്, മക്കള് അവർക്ക് എന്താ വേണ്ടത്? മോസ്റ്റ് ഓഫ് ദ ടൈം അവരുടെ മെറ്റീരിയൽ കാര്യങ്ങൾ നടന്നു പോകണം, അത്രയേ ഉള്ളൂ. അപ്പം അതിനുവേണ്ടി മാതാപിതാക്കളെ ഒരു മീൻസ് ആയിട്ട് ഉപയോഗിക്കുക. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് മാതാപിതാക്കളുടെ ഡ്യൂട്ടിയാണ്. ദേ ആർ ഡിപ്പെൻഡ് ഓൺ ദ പേരൻസ്. പക്ഷേ ചില സമയം നമ്മൾ ഈ ആറ്റിറ്റ്യൂഡ് ജസ്റ്റ് ഫോർ ദാറ്റ് എന്നുള്ളതൊക്കെ വരുമ്പോഴാണ് ജസ്റ്റ് യൂസിങ് ദാറ്റ് പൊസിഷൻ. അതുപോലെ തന്നെ നമ്മൾ ജോലി സ്ഥലത്ത് നമ്മുടെ പൊസിഷൻ ഉപയോഗിച്ച് നമ്മൾ പലതും ആളുകളെ ഉപയോഗിക്കാൻ പറ്റും. പവർ, മണി ഉപയോഗിച്ച്. അപ്പോൾ പലതരത്തിൽ നമുക്ക് വ്യക്തികളെ ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന അനേകം എക്സാമ്പിൾ മൂലം നമുക്കത് സ്ഥിരീകരിക്കാനും പറ്റും. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഒരു വ്യക്തി, ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ വില എന്ന് പറയുന്നത് ഹീ ഈസ് ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗാഡ്. അതാണ് അവൻ്റെ ഡിഗ്നിറ്റിയുടെ അടിസ്ഥാനം. അപ്പോൾ എല്ലാ വ്യക്തിക്കും ആ ഡിഗ്നിറ്റി ഉണ്ട്. അതുകൊണ്ട് ദി ഓൺലി വേ ടു റെസ്പോണ്ട് ടു എ പേഴ്സൺ ഈസ് ടു ലവ്. അത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാണ്. അത് നമ്മൾ ഒരു വ്യക്തിയുമായിട്ടുള്ള ഇൻ്ററാക്ഷനിൽ നമുക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുക, അത് ഫ്രണ്ട്ഷിപ്പാകാം, റിലേഷൻഷിപ്പാകാം, മാതാപിതാക്കൾ തമ്മിലാകാം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലാകാം, സമൂഹത്തിലാകാം. ദി ഓൺലി വേ ടു റെസ്പോണ്ട് ടു യു ഈസ് ടു ലവ്. അല്ലാതെ ആ വ്യക്തിയെ ഉപയോഗിക്കാനുള്ള ഒരു റൈറ്റ് നമുക്കില്ല. കാരണം ആ വ്യക്തിക്ക് ഡിഗ്നിറ്റി വന്നിരിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. അത് പണമുള്ളവരാകാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള വലിപ്പ ചെറുപ്പങ്ങളൊക്കെ അവിടെ ഉണ്ടാകാം. പക്ഷേ ദ ഡിഗ്നിറ്റി ഓഫ് ദ ഹ്യൂമൻ പേഴ്സൺ ഈസ് സെയിം ഫോർ എവ്രി വൺ. അതുകൊണ്ടാണ് നമുക്ക് ആരെയും വെറുക്കാനോ അല്ലെ ആരെയും നമ്മൾ നിരസിച്ച് തള്ളാനോ ആരെയും നമ്മൾ പുച്ഛിച്ച് തള്ളാനോ ഒന്നും പറ്റാതെ നമ്മൾ അവരെ ബഹുമാനിക്കണമെന്ന് ക്രിസ്തു പഠിപ്പിച്ചത്, അല്ലെങ്കിൽ സഭ പഠിപ്പിക്കുന്നത്. നമ്മൾ ഇതുവരെ കേട്ടത് ശരിക്കും റാഡിക്കലായി വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ടീച്ചിങ് ആണ്. അതായത് സ്നേഹത്തിനൊരു പുതിയ അർത്ഥം. ഇത്രയും കാലം സ്നേഹിക്കുന്നത് സ്നേഹിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്ന ഒരു സർക്കുലർ റീസണിങ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ സ്നേഹത്തിനൊരു ഒരുപാട് വലിയ വലിയ മാനങ്ങളാണ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു വലിയ എക്സാമ്പിളും ചലഞ്ചും മോഡലും ഒക്കെയാണ് മുമ്പിൽ വെച്ച് തന്നിട്ടുള്ളത്. ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുക ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും അതുപോലെ തന്നെ സ്നേഹത്തിൽ വളരുവാനും വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ സ്നേഹത്തിൻ്റെ പുറകെ ഓടുന്നത്? നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ അങ്കിതയ്ക്ക് ആരുടെയെങ്കിലും സ്നേഹം ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഓ എനിക്ക് ഇത് മതി? അല്ലെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹം ഏതെങ്കിലും പോയിന്റിൽ മക്കൾ പറയുമോ ഇനി എന്നെ സ്നേഹിക്കില്ലേ, എനിക്കിത് മതി? അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിൽ അവർ പറയുമോ ഓ എനിക്ക് ഇഷ്ടം പോലെ സ്നേഹം കിട്ടി? ഇല്ല, എത്ര കിട്ടിയാലും ദാഹം കൂടിക്കൊണ്ടേയിരിക്കും. കാരണം വി ആർ ക്രിയേറ്റഡ് ഫോർ ലവ് ആൻഡ് വി ആർ ക്രിയേറ്റഡ് ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്.
അതുകൊണ്ടാണ് ഈ സ്നേഹത്തിൻ്റെ പിന്നാലെ ഈ ലോകവും മനുഷ്യനും പാഞ്ഞു പോകുന്നത്. നമ്മൾ ഇനിയും സ്നേഹിക്കാൻ പോവാണ്, സ്നേഹിക്കപ്പെടാൻ പോവുകയാണ്. കൂടുതൽ കൂടുതൽ നന്നായിട്ട് സ്നേഹിക്കണം. അതേക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ ധാരണ വേണം, കൂടുതൽ പഠിക്കണം. അതിനുവേണ്ടി അടുത്ത എപ്പിസോഡ് വരെ നിങ്ങൾ കാത്തിരിക്കണം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിൽ ID പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തരാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അടുത്ത ആഴ്ച കൂടുതൽ നന്നായിട്ട് സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്നതാകും. അതിനുവേണ്ടി കാത്തിരിക്കുക. അതുവരേക്കും താങ്ക് യു സോ മച്ച്.